അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ പവിത്രമായ തൗഹീദിന്റെ ആന്തരികാർത്ഥങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമാം മുല്ലാ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹത്തായ ആശയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഹത്തായ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമ്മൾ പറയുന്നത് നേരത്തെ തുടക്കത്തിൽ നിന്ന് നാം വന്നത് എവിടെന്നാണ്? സുബ്ഹാനഹു അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്നു. ലാ യുഹദ്ദു അവൻ ഹദ്ദ് പറയപ്പെടുകയില്ല, വലാ യുതസവ്വറു അവൻ രൂപപ്പെടുത്തപ്പെടുകയില്ല, വലാ യുൽതജു അവൻ നെറ്റിചെയ്യപ്പെടുകയില്ല, വലാ യതഗയ്യറു അവൻ പകർച്ചയാവുകയില്ല. ഈ വിശേഷണങ്ങളൊക്കെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ പരിശുദ്ധനാക്കുന്നു. എന്തിനെ തൊട്ട്? അനിൽ ജിൻസി വൽ ജിഹാദി, ജിൻസിനെ തൊട്ടും ജിഹാദിനെ തൊട്ടും. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗത്തിനെ തൊട്ടും. അള്ളാഹുവിന് വർഗങ്ങളില്ല, ഒരു വർഗത്തിൽപ്പെട്ട ഒരാൾ എന്ന അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. വൽ ജിഹാദിനെ തൊട്ട് പരിശുദ്ധനാക്കുന്നത് പറഞ്ഞാൽ ജിഹാദു സിത്ത്. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം 6 ഭാഗങ്ങളുണ്ട്. ജിഹാദു സിത്ത്, താഴെ, മുകളിൽ, വലതുഭാഗം, ഇടതുഭാഗം, മുൻഭാഗം, പിൻഭാഗം, ഇങ്ങനെ 6 ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ ഭാഗങ്ങളെ തൊട്ട് അവനെ പരിശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് ഭാഗങ്ങളില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വലതുഭാഗം എന്ന് പറയാൻ പാടില്ല, ഇടതുഭാഗം എന്ന് പറയാൻ പാടില്ല, മുൻഭാഗമെന്ന്, പിൻഭാഗമെന്ന്, മുകൾ ഭാഗമെന്ന്, താഴ്ഭാഗം എന്ന് പറയാൻ പാടില്ല. ഈ ഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ജിഹാദു സിത്ത് ഉണ്ടെന്ന് വെച്ചാൽ അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഭാഗമാവും. അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല, അവൻ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമല്ല. ആലം എന്ന് പറഞ്ഞാൽ സിവൽ ബാരി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതാകുന്നു ആലം. അപ്പൊ പ്രപഞ്ചം അള്ളാഹു അല്ല, പ്രപഞ്ചത്തിൽ പെട്ടതല്ല അള്ളാഹു. അള്ളാഹു ഏകനാണ്, അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു ഒന്നുപോലത്തവനുമല്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അവൻ സർവശക്തനാണ്, അവനിൽ അഭയം. അള്ളാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഗന്ധതീരം സുഗന്ധതീരം സുഗന്ധതീരം